സ്വന്തം അച്ഛൻ അവീതമുണ്ട് അമ്മനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മോനും അച്ഛൻ അവീതം നോക്കി നടക്കുന്ന ഒരു ഭാര്യ. ബെസ്റ്റ് ഫാമിലിയാ. ഇവര് പറഞ്ഞ ഏതോ പെണ്ണുപിടിന്റെ മോനെന്ന്. രണ്ടാമത്തെ കാര്യം, അടങ്ങി ഒതങ്ങി സിറ്റിയിൽ മര്യാദക്ക് നാക്ക് വെച്ച് നടന്നോണം. ബോണറ്റി വെച്ച് ഒരക്കി ഞാൻ കേട്ടാ. മാന്യവും മര്യാദക്കും സിറ്റി കൂടി നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മുട്ടുകാലം ഞാൻ അടിച്ചോടിക്കും. ആരാന്നൊക്കെ മനസ്സിലായില്ലേ സൗണ്ട് കേട്ടിട്ട്? എനിക്ക് മനസ്സിലായില്ല. എവിടെ ബോയ് ഫ്രണ്ട്? എന്ത് ബോയ് ഫ്രണ്ട് വന്നില്ല. എന്നാലും എന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ. ഞാൻ പ്രാർത്ഥിക്കും നന്നായിട്ട്. പോകുന്ന വഴിക്ക് ടയർ ഊരി പോണേ. കൊറേ മുടിഞ്ഞ ഇറക്കന്മാരുണ്ട്. സ്കൂളിൽ പോണേ. അതോ അവിടെ പയ്യൻ നിക്കല്ലേ? ആര് നീല മുടി ഒന്ന് നോക്കി വെച്ചോ. അഴുക്ക്. അതായത് ഈ കുട്ടി ഈ സിറ്റിയിൽ ആരടുത്ത് കുട്ടി ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കാന്ന് വിചാരിച്ചോ, ഞാൻ ഈ സിറ്റിയിൽ ആരടുത്ത് കമ്പനി അടിക്കണം അല്ലെങ്കിൽ ആരടുത്ത് മിണ്ടാതിരിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അവന്റെ അടുത്താണ്. അവന്റെ കയ്യിൽ ഇല്ലാത്ത ഇതില്ല. അഴുക്ക സ്വഭാവമാണ് ഫുഡ്. ഭയങ്കര മാഫിയലൊക്കെ. പേര് സൂര്യ. സൂര്യ സൂര്യ കണ്ട കണ്ട. സ്കൂളിൽ പോടാ, സ്കൂളിൽ പോടാ, സ്കൂളിൽ പോടാ. സത്യം സത്യം. നിന്റെ ട്രക്ക് ഉണ്ടോ? ചന്ദ്ര ഹലോ. സ്വന്തം അച്ഛൻ അവീതമുണ്ട് അമ്മനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മോനും അച്ഛൻ അവീതം നോക്കി നടക്കുന്ന ഒരു ഭാര്യ. ബെസ്റ്റ് ഫാമിലിയാ. നല്ല ഫാമിലി. എടാ കുട്ടികൾ എവിടെ പോണേ? അത് നമ്മള് ട്രാവൽ കമ്പനി ആൾക്കാരാ. ചന്ദ്ര അക്കൗണ്ട് ചെക്ക് ചെയ്തില്ലല്ലോ? കണ്ടില്ലല്ലോ? ഇല്ല. അതാണ് പൈസ ഒന്നും ആവാണ്ട് അവിടെ കിടക്കുന്നല്ലേ. നോക്കാം. അതിന് പൈസ എടുക്കണ്ട. ഞാൻ അങ്ങനെ എടുക്കൂല, സബൂര് പേടിക്കട്ടെ. സബൂര് ഞങ്ങള് ട്രാവൽ കമ്പനി തുടങ്ങി. ഞങ്ങളപ്പോ ഒരു സിറ്റിയിൽ വരുന്ന ആൾക്കാരെ ഇങ്ങനെ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചെടുക്കുന്ന ചെറിയൊരു പ്രോഗ്രാം. ഞാനിന്നിപ്പോ ഇന്നൊരു ഇതുണ്ട്. അപ്പൊ അതിന്ന് ക്ലൈന്റ് ഉണ്ട്. അധികം സിറ്റിയില് പുതിയത്. അപ്പൊ എന്നെ സിറ്റിയൊക്കെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവളെ കൊണ്ട് സിറ്റിയൊക്കെ കാണിച്ചു കൊടുക്കാം. നല്ല ഞങ്ങള് ട്രാവൽ കമ്പനി തുടങ്ങിയാണ്. എന്തിനു പറയുന്നത്? കൊണ്ട് കാണിച്ചു ഇവിടെ തന്നെ ഇറക്കി. പോയില്ല. നമ്പർ ചോദിച്ചോ? ഫോണുണ്ടോ? ഇല്ല, ചോദിച്ചില്ല. അല്ല ഇത് ഹലോ അലീന ഇങ്ങോട്ടൊന്ന് ഊക്കിയായിട്ട് ഇറങ്ങിയിരിക്കുവാണല്ലേ മറ്റേ ചെടി ഡ്രസ് വിട്ടിട്ട്. ഇൻസൾട്ട് ചെയ്ത അത് ഞങ്ങൾക്ക് ഒരു ഇതുണ്ട്. കാശ് കിട്ടുന്ന പരിപാടിയാ. 100 കോടി കിട്ടും. സിറ്റി മൊത്തം കാണിച്ചു കൊടുത്ത ആ കുട്ടീനെ. ആ കുട്ടി വരും. അല്ലല്ല അത് ചോദിക്കുകയും ചെയ്യില്ലേ. വന്ന കൊച്ച് 100 കോടി. അല്ല അനിയനുണ്ട്. അനിയൻ
അനിയൻ ആ. അനിയൻ കൊണ്ട് കാണിക്കുമല്ലോ. അല്ല നമ്മളടുത്ത് ചോദിക്കുമ്പോ നമ്മൾ കാണിക്കണല്ലോ. അപ്പൊ ചോദിച്ചില്ലല്ലോ, അങ്ങോട്ടല്ലേ ചോദിച്ചേ. കയ്യിലുള്ള കാശ് മതി കേട്ടോ, 100 കോടി ഉണ്ടാക്കാൻ നടക്കും. വേണമെങ്കിൽ 100 കോടി ഞാൻ തരാം, അല്ലെങ്കിൽ സാബ്ഗുരു തരും. അവരാതി അവന്റെ മറ്റേ കൈവാക്കി മാറി എനിക്ക് സത്യം ഒരു കാര്യത്തില് വിഷമമില്ല കേട്ടോ ചന്ദ്ര. പരനാറി തെണ്ടി മാറി. ഒരു കാര്യത്തിലേക്ക് വിഷമമുണ്ട് ചന്ദ്രകളെ കാര്യത്തില്. എന്നെ അച്ഛൻ അവിഹിതണ്ടോ നോക്കി നടക്കുന്ന ഒരു പോലെ. ചന്ദ്ര ഈ നിൽക്കുന്നത് ആരാ? ഈ നിൽക്കുന്ന ആരാ? സ്ഥാപന മാർക്കറ്റിൽ പോയാണോ? ചന്ദ്ര ഈ നിൽക്കുന്ന ആരാ? ഇതാര്? ഇതാരാ ഈ നിൽക്കുന്ന? ഈ ആ നിൽക്കുന്ന ആരാ? എനിക്കറിഞ്ഞൂടാ. ഞാനാരാ? അലീന മൈ ഗേൾ ഫ്രണ്ട്. അതൊന്നും ഇങ്ങോട്ടൊന്നും എന്റെ മകൻ. ചന്ദ്ര അല്ല സൂര്യനെ അറിഞ്ഞൂടൊന്നും ഇപ്പൊ പറഞ്ഞേക്കണേ. സൂര്യൻ എനിക്കറിഞ്ഞൂടാ. അലീന അങ്ങോട്ട് പോന്നില്ലേ? അങ്ങോട്ട് പോയി നിന്നെ അമ്മ വിളിക്കണ. പോ ചെല്ല്. പോടാ പോടാ. எப்படி இருக்கீங்க சூர்யா? எப்படி போகுது? நல்லா போடு. இவர் தான் எங்க அப்பா, இவர்கிட்ட பேசாதல. ഓ ഹായ് അപ്പാ. ഹായ്. അതിങ്ങോട്ടൊന്നല്ലേ എന്നെ കാര്യപ്പെടട്ടെ. എന്നെ അറിയാവോ? സൂര്യ അറിയാവോ? അതെ നിന്റെ മോന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോ, അമ്മ വിളിക്കണം, അങ്ങോട്ട് പോയി സംസാരിച്ച് എന്തിനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ നായിന്റെ മോൻ കാട്ട് കഴിവറക്കുണ്ടായി അപരാധി മോൻ്റെ അടുത്ത് പറഞ്ഞെന്തേന്ന് പറയട്ടാ. അന്ന് പോകാൻ പറ്റൂല, വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാൻ. അങ്ങോട്ട് ഒരു വാല്യൂ കൊടുക്കുന്നില്ല, മനസ്സിലായി? അതുകൊണ്ട് അവൻ തിരിച്ചൊരു വാല്യൂ തരാ തന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് പേടിപ്പിച്ച് നിർത്തിക്കേ. ഞാൻ അപ്പടി ഇല്ലേ, അവര് പുരിയില്ല. അല്ല അവന് ചുമയെന്നോ. அப்ப என்ன பேசாதப்பா. ഇങ്ങൊന്നടാ. ഓയ് വന്നു ഈ കഴിവേറി. ஒரு ரேடி விட்டு கோயிரம்மா. ஓ கத்துறா. തീട്ട ആര്? അല്ലല്ല அப்ப ரேடியோல கத்துறாம்பா. இக்குரு. നിനക്കെന്ത്? നിനക്കെന്ത്? ഞാൻ ഈ റേഡിയോ പറഞ്ഞ അനുസരിക്കാവേ എനക്ക് என்னப்பா? ബുദ്ധിമുട്ട് തന്നെ. പറഞ്ഞ അനുസരില്ല, പറഞ്ഞ അനുസരിക്കാൻ ബുദ്ധിമുട്ട് തന്നെ എനക്ക്. அப்ப அதெல்லாம் നിന്റെ അപ്പനൊരു വിലയില്ലാത്ത அப்படினா നീ നിന്റെ അപ്പൻ എന്താ പറഞ്ഞപ്പോ എന്തിനാ തുപ്പിയേ? துப்பே இல்லையம்மா. തുപ്പിലടാ നീ? തുപ്പിലടാ നീ? அப்ப நான் துப்பவே இல்லப்பா, சத்தியம். നീ തൂന്ന് പറഞ്ഞതാ? அங்க அவங்க கிட்ட സംസാരിച്ചിരുന്നമ്മ, அவங்க கிட்ட இல்லம்மா. എന്ത് ചന്ദ്ര കൊച്ചിനെ പറ്റി അനാവശ്യം പറയുന്നേ? മര്യാദ ഉണ്ടല്ല. എന്താ? അപ്പ അവിടെ കാലി വീണ് സോറി ചൊല്ലി. ഒരു സോറി പറ കേക്കട്ടെ. കാലി വീണ് അയ്യോ ആ കാലിലൊന്ന് വീണേ. കാലി വീണ് സാരിപ്പാ. ഒന്നുകൂടി കേക്കല. സാരി സത്തമ സത്തമ. സാരി സാരി. ഇനിയും കേൾക്കുന്നില്ലെങ്കിൽ അമ്പത്തൂര് പഠിപ്പിച്ച പാട്ട് പാട്. എന്ത്? സാരി പോടി കുപ്പത്തടി ലാരി വന്നാ വാടി വരാകിടി പോടി. ഇതാരും പഠിപ്പിച്ചേ? അപ്പൊ തെണ്ടി പിള്ളേരായിട്ടാണ് ഇപ്പൊ കൂട്ട്. അമ്പത്തൂരിൽ ഞാൻ പേசுறதில்ல. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയണ കേട്ട് ഇവിടെ നിന്നില്ലെങ്കിലേ എവിടെ പോലെ ഞാൻ വല്ല ചാക്കൽ കെട്ടി കൊണ്ട കളയും കേട്ടാ. ഓക്കേപ്പാ. ആ എന്റെ സ്വഭാവം ഇച്ചിരി ബാഡാണേ. റാംബോ ദേ അച്ഛൻ. നമസ്കാരം. ചന്ദ്ര നമസ്കാരം. റാംബോ. റാംബോ അല്ലേ? അതെ സുഖം. നിന്നെ കാണാൻ വേണ്ടിട്ടാ കാത്തിരുന്ന. റാംബോ എന്തൊക്കെയുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ പോണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയണ്ട, അത് നിന്റെ താണ്ട ഈ ചെറുക്കനെ കുറിച്ചാണേ. നല്ല അഭിപ്രായമാണ് മോനെ പറ്റി. അതെ നല്ല അഭിപ്രായം തന്നെ. പെണ്ണ് സെറ്റ് ചെയ്താരാന്ന് പറഞ്ഞു 1.5 കോടി രൂപ വാങ്ങിച്ചിട്ട് 1 മാസമായി. ഇവനല്ലേ? അതെ. ഇനി അതോടെ കേക്കണ്ടായിരുന്നല്ലേ? അപ്പൊ ഒരു പെണ്ണുപിടിന്റെ തന്തയെന്ന് സിറ്റിയിൽ കേൾക്കാനാണ് എനിക്ക് വിധി. എനിക്ക് ഇവനെ ആദ്യം അറിഞ്ഞുകൂടായിരുന്നല്ല. ഞാൻ അതുകൊണ്ട് ഇവിടെ ഇവനെ കുറിച്ച് അന്വേഷിച്ച്. അപ്പൊ ഇവര് പറഞ്ഞ ഏതോ പെണ്ണുപിടിന്റെ മോനെന്ന്. പിന്നെ എനിക്കത് ചന്ദ്രനാണെന്ന് മനസ്സിലായ. അപ്പൊ എനിക്ക് മനസ്സിലായത് വെറുതെ
അലീന എന്താ പറയുന്നത്? ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് ആൾക്കാരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് എന്നെ ആയിരിക്കില്ല ചിലപ്പോ. ആയിരിക്കില്ല, ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. അതെ 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 ഞാൻ പറയട്ടെ റാംബോ, ഇവന്റെയും അമ്പത്തൂരിന്റെ ഹെയർ ഒരേ കളറാണ്. ഇനി അമ്പത്തൂരിനായിരിക്കും ഇവൻ നല്ല ചെറുക്കൻ, ഞാൻ അവനെ കാട്ടും നല്ലത് പിന്നല്ലാണ്ട്. ശരിയായിരിക്കും. റാംബോ MRC-ലൊക്കെ കേറിട്ട് ഇപ്പൊ നമ്മള് കാണണേ. അതെ അതെ അതെ, ഞാൻ വരുമ്പോഴൊന്നും ചന്ദ്ര സിറ്റിയിലില്ലെന്ന് എല്ലാരും പറയണം. ആണല്ലേ, ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. പക്ഷെ അന്ന് അവിടുത്തെ ഒരു അന്തരീക്ഷം ഒരു അടിമയായിരുന്നു. ആണോ മാമാ? ചന്ദ്ര, ഓ ഓ പറ. ഇവന്റെ ഒരു നല്ല കാര്യം പറയാനുണ്ടായിരുന്നു. അത് പറയണ്ട അലീന ഇങ്ങനെ പറയണ്ട. അല്ല അലീന എന്താ പറയാ? അല്ല ഇവ ചെറുതായിട്ട് ഇന്നലെ ഇവ അപ്പാപ്പനെ കയറി ഒന്ന് പിടിച്ച്. ഇവന്റെ റാംബോടെ 1.5 കോടി പെണ്ണിന് സെറ്റാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ അടുത്ത് 5 കോടി ചോദിച്ചു. 5 കോടി ചോദിച്ചു. അത് പ്രായം കൂടിയ ആൾക്കാരെ സെറ്റാക്കാൻ പേയ്മെന്റ് കൂടുതലാന്ന്. ഇവന്റെ വലിപ്പം നോക്കി നീ. എന്നിട്ട് അത് പറഞ്ഞപ്പോ അവൻ ഷർട്ട് മാറ്റി നിന്റെ പടമുള്ള ഷർട്ട് അങ്ങ് എടുത്തിട്ട് നമ്മള് മിണ്ടത്തില്ലല്ലോ പിന്നെ. അതെ അതെ, എന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാ കാശ് തിരിച്ചു ചോദിച്ചാ പറയണെന്ന് പറഞ്ഞാ എങ്ക അപ്പ ആരും തെരിയുമാന്ന്. അതാണ് അവൻ ചോദിക്കുന്നത്, എന്റെ അപ്പയാ തെരിയുമാന്ന് ചോദിക്കുന്നത്. അവനൊന്ന് നേരെ ഞാന് ഇവനൊന്ന് ഉപദേശിച്ചിട്ടൊക്കെ ഞാൻ വിടാം. ഇവൻ ഇനി നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നാളെ തൊട്ട് നീറ്റ് ആയിരിക്കും. കറ തോളി കറ. അല്ല ഞാൻ അലീന ഒന്ന് വന്നേ, അലീന എലിയൊന്ന് വന്നേ. ചുമ്മാടാ അപരാധി. നിന്നെയൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോ എടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വെച്ചല്ലോ. നിന്നെയൊക്കെ ഞാൻ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ. എവിടെ ഓടല്ലേ ഓടിയ അവനെ പിടി. വേണ്ട. എന്താ സീൻ? എന്താ സീൻ പറഞ്ഞുതരാം. അപ്പാപ്പന്റെ ഞാൻ ഒന്ന് പറയണേ. കാര്യം പറ്റേ ഇവനെ കൊണ്ട് തിരിച്ചുകൊണ്ട് വിടാൻ പോണേ തമിഴ്നാട്ടിൽ. എനക്കൊരു വിലയില്ല പറയണ കേക്കാം. പറയണ കേക്കാം. നീ ആര് നീ ആരെടുത്ത് റോൾ ഇറക്കണ? പന്ന നാറി തെണ്ടി പട്ടി. ഒറ്റയ്ക്കല്ലേ ഇതിനെ കൊണ്ടുവന്നപ്പോ ഒറ്റയ്ക്ക് കളയുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഏതാ ചന്ദ്ര ഒറ്റയ്ക്ക് എന്തോ പടക്കം വാങ്ങാൻ പോയപ്പോഴല്ലേ കിട്ടിയേ? പടക്കം വാങ്ങിയ ഇറങ്ങ. നിന്റെ അവസാനത്തെ നിന്റെ ലാസ്റ്റ് ഒരു ചാൻസ് തരാം. നീ ഇനി ഈ ഡ്രസ് ഇടല്ലേ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അടങ്ങി ഒതങ്ങി സിറ്റിയിൽ മര്യാദയ്ക്ക് നാക്ക് വെച്ച് നടന്നോണം. നിന്റെ ഈ കുറിയും നിന്റെ കപട മോഹനി കാണണ്ട കേട്ടാ. നിന്റെ കപട മോഹനി കാണണ്ട. അവന്റെ മാലയും അവന്റെ പാന്റും ഷർട്ടും ഇതെല്ലാം മാറ്റിക്കണേ. എടാ എഴി പോയിട്ട് നാളെ കാണുമ്പോ ഇതെല്ലാം അടിമുടി മാറിയ ആളായിരിക്കണം ഞാൻ കാണണ്ട കേട്ടാ. നിന്റെ ഈ കപട കുറിയും ഇന്നലെ കാണണ്ട കേട്ടാ. സിറ്റിയിൽ നീ എന്നിട്ട് എന്തോന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് തന്നെ എന്താ തെണ്ടി പറഞ്ഞേ? പറടാ. എന്താ പറഞ്ഞേ? എന്നിട്ട് ഞാൻ നിന്റെ അവിടെ മാറാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ അവിടെ മാറാൻ പറഞ്ഞപ്പോ നിന്റെ അടുത്ത് എന്തിനു പറഞ്ഞേ? മാറാൻ പറ്റൂലെന്നല്ലടാ നിനക്ക്. ബോണറ്റി വെച്ച് ഒരക്കി ഞാൻ കേട്ടാ. ചന്ദ്രൻ ഇവൻ ആ റാംബോയോട് പറയാ, റാംബോക്ക് അച്ഛനില്ലെങ്കിൽ ചന്ദ്രന്റെ അച്ഛനെന്ന് വിളിച്ചോളാം. പന്ന പൊലയാടി എന്നെ ഒരു തന്തയ്ക്കവൻ. ഞാൻ അവനെ ഉണ്ടല്ലോ, ഞാൻ അവൻ ഇങ്ങനെ നോക്കിയത്, ഇങ്ങനെ ഇവിടെ നിന്ന് മറ്റേ മുകളിലോട്ട് നോക്കുമ്പോഴേ ഞാൻ അവനെ നോക്കിയത്. അത്ര തടിയുണ്ട് അവൻ. അവൻ തന്തേന്ന് വിളിച്ചോണ്ടല്ലോ ഇവനെ കൊല്ലും ഞാൻ. അതുകൊണ്ട് സത്യം പറഞ്ഞ നിന്റെ തന്ത ഞാനല്ലോ.
നിന്റെ തന്തയെ വിളിച്ചോണ്ട് വന്നിട്ട് അവനെ അംഗീകരിക്കണം ഉണ്ടാക്കിയോട് കേട്ടാ. அப்படி சொல்லாதப்பா எனக்கு தேசியமாப்பா ഈ ഡ്രാമയിലൊന്ന് പോയി വീടല്ലേ നിന്റെ ഈ ഡ്രാമയിലൊക്കെ വീണ പണ്ടാണ് നിന്റെ കെട്ട ഡ്രാമ എന്റെ അടുത്ത് ഇറക്കല്ലേ. ആ തടി എവിടെ എവിടെ ആ തടി എവിടാ? സിറ്റിയിൽ എന്നെ എല്ലാരും മുന്നിൽ തന്തയാക്കിയല്ലേ. അല്ലടാ அப்பா நான் அன்னைக்கே செய்த மாதிரி தான் செய்தானா நான் தெரியாம சொல்லிட்டேன்பா மறந்து போயிட்டேன்பா. എന്തോന്ന് പറഞ്ഞു? உன்னை தந்தன அங்க எல்லாரும் எதிரிலேயே விളിக்க கூடாதுன்னு പറഞ്ഞത് മറന്നു ഓർമ്മയില്ലപ്പാ. ഓർമ്മയില്ല. പിന്നെ ഞാൻ നിന്നെ എന്നെ ചേച്ചിന്ന് വിളിക്കാനല്ലേ അപ്പൊ അതുകൊണ്ട് മാന്യവും മര്യാദയ്ക്കും സിറ്റി കൂടി നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മുട്ടുകാലം ഞാൻ അടിച്ചോടിക്കും. അതും പറഞ്ഞിട്ട് നിന്നെ തിരിച്ച് ഞാൻ ഇവിടെ നിന്ന് ആ തമിഴ്നാട്ടില് എനിക്ക് മുത്തു എല്ലാ ഡീറ്റെയിൽസും നിന്റെ ഓർഫണേജിന്റെ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഞാൻ അവിടെ കൊണ്ടാക്കും, ഉറപ്പായിട്ട് ഞാൻ കൊണ്ടാക്കും. അവിടുത്തെ അനാഥ പിള്ളേരെ കൂടെ പഠിക്കേണ്ടി അവിടെ ഇരുന്ന് കേട്ടാ. അത് വേണ്ടെങ്കിൽ മര്യാദ. നിനക്ക് എന്ത് കുറവാണ് നമ്മൾ നിനക്ക് സ്കൂളില്ലേ? നിനക്ക് പഠിക്കാൻ സംസാരിക്കല്ലേ? വാതുറക്കല്ലേ നമ്മൾ പറയാതെ കേട്ടാൽ ഫുഡിന് ഫീസ് അടയ്ക്കാൻ എനിക്ക് വേണ്ട, എനിക്ക് കാശ് വേണ്ട. എന്താ വല്ല പറഞ്ഞായിരുന്നാ? ഇല്ല ഒന്നും പറഞ്ഞില്ല. ഫീസ് അടയ്ക്കാൻ 10 കോടി അത്രേ ചോദിച്ചോളൂ. പിന്നെ അതിന് നിന്റെ എലി സ്കൂളിലല്ലേ ഇപ്പൊ? പിന്നെ 10 കോടി അടയ്ക്കും. എലിയുടെ സ്കൂളിലല്ലേ ഇപ്പം? സ്കൂൾ അടച്ചിട്ടേക്കല്ലേ? സ്കൂളൊക്കെ ഉണ്ട്. ഓപ്പണാ ഇപ്പം വരത്തില്ല. നീ ഇനി ഏതായാലും പെണ്ണിന്റെ കാര്യം ഇവിടെ ആർക്കെങ്കിലും സെറ്റാക്കി നടന്നെന്നോ നീ വേറെ എന്തേലും ഇവിടെ റോങ് ആയിട്ട് വല്ലതും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ അവസാന ദിവസമായിരിക്കും ഞാൻ കൊറേ കേൾക്കുന്നത്. ഞാൻ കൊറേ കേൾക്കുന്നത് സിറ്റി വരുമ്പോണ്ടല്ല എനിക്കങ്ങ് ചെവി തല തരാതെ ആൾക്കാരൊക്കെ പറയോ സൂര്യ അത് ചെയ്തു, സൂര്യ ഇത് ചെയ്തു. നീ ആരടാ? നീ ഗുണ്ടയാ? ആരടാ നീ? നാറി പിന്നെ മുതുക്കി നിന്നൊരു പയ്യന്റെ അടുത്ത് ചോദിക്കോ അവന്റെ നെഞ്ചു താര അവന്റെ തലവന്റെ ഫോട്ടോ ആണോ? നീ മാറ്റേ നാളെ കേട്ടാ പറഞ്ഞ കേട്ടാ. ഇവൻ ഇന്ന് ഡ്രസ് മാറ്റാൻ പറ്റില്ല. കേറാ വണ്ടിയില് ഓടിയ കല്ലെടുത്ത് എറിഞ്ഞിടുവേ. ഓടി നോക്ക് നീ. അല്ലീന നീ പമ്പൂല വിളിക്കാൻ പോകുന്നുണ്ട് ഓപ്ഷന്? അതിന് മുന്നേ ഉള്ള ഒരു കോച്ചിങ് ഉണ്ടേ ഈ ബിസിനസ്സുകാർക്കുള്ള ഒരു ഇതുണ്ട്. പറയാ ഞാൻ വിളിക്കാൻ വന്നാൽ മതി. നമ്മളെ പഠിപ്പിക്കണം, നമുക്കറിയാം ഏത് പമ്പ് എപ്പം വിളിച്ച് വാങ്ങിക്കണമെന്ന്. അലീന നിന്റെ പമ്പിന്ന് എത്ര ലാഭം കിട്ടി? നിന്റെ പമ്പിന്ന് എത്ര ലാഭം കിട്ടി അലീന? നിന്റെ പമ്പിന്ന് എത്ര ലാഭം കിട്ടില്ല? നഷ്ടമല്ലല്ലോ. അപ്പൊ എനിക്ക് കുറച്ച് കാശ് തരണം. 70 CR മുടക്കി എനിക്ക് 145 CR കിട്ടി. കൊള്ളാം. നഷ്ടമല്ല. നോർമൽ വന്നു കൈയില്ലാത്തത് കേട്ടോ. അവിടെ 10 മിനിറ്റ് ലൊക്കേഷൻ ചോദിക്കുന്നു. എല്ലാത്തിനും വിളിച്ച് മാറി ഇതാരെ ഫ്രണ്ടില് ഐഡിയ പറഞ്ഞേ. കയ്യിൽ ക്യാഷ് ലാഭം തന്നെയല്ലേ? ഡ്രസ് മാറ് സൂര്യ. എനിക്കൊരു നല്ലൊരു കൈ പറഞ്ഞ കൈ എന്താണിത്? ഡ്രസ് മാറടാ. മാറ്റി കാലിനടിച്ച് ഒടിക്കും ഞാൻ. ഡ്രസ് മാറ് സൂര്യ. മാറി
ഇല്ല ഇത് വേണ്ട ഇത് വേണ്ട സ്കൂൾ തുറന്നില്ല ഇന്ന് ഇത് மட்டும் தான் இருக்கு என்கிட்ட வேற எதுவும் இல்ல മറ്റേ യെല്ലോ ഇട് ഒരു ലക്ഷം കയ്യിലോക്കട്ടെ ഡ്രസ് ആട്ടെ. സൂപ്പർ. ആരെങ്കിലും ചോദിച്ചാ ഇങ്ങോട്ടെ നോക്കട്ടെ. ശരി വാ ആരെങ്കിലും ரிமூவ் பண்ணிட்டு வரேன் ഒരേ മിനിറ്റ് ഹലോ മച്ചാനെ കയ്യിൽ 1 ലക്ഷം ഉണ്ട്. கையில 1 லட்சம் இருக்கு കയ്യിൽ 1 ലക്ഷം ഉണ്ട്. ഞാൻ അക്കൗണ്ടിൽ ഇട്ടുതരാം. ആരെങ്കിലും ചോദിച്ചാൽ നെഞ്ചത്തിരിക്കുന്ന അമ്മ. ഓക്കെ അമ്മ അത് പെരിയമ്മാന്ന് പറയാ. പെരിയമ്മാന്ന് പറയണ്ട. പെരിന്നുള്ളത് വെട്ടിട്ട് അമ്മ. ഓക്കേ കതിരെ അവന് നെഞ്ചത്തിരിക്കുന്ന അമ്മയാണ് എനിക്ക്. നോക്കട്ടെ. അഴക് റാസ. ഹലോ അതെ ഇതാരാ? എന്താ പരിപാടി? സിറ്റുവേഷൻ ആണോ? ഉണ്ടല്ലോ അടിക്കുമ്പോക്കാനാണോ? ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഫാമിലി കല്യാണം തീരുമാനിച്ചില്ല. ഇപ്പോഴൊന്നുമില്ല. അയ്യോ വലിയ പാടാണ്. വലിയ പാടാണ്. പ്രസാരത്ത് പറയണ്ട. 5 കോടി അതൊരു മോനെ. ഓ അത് അറിയാണ്ട് എടാ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് എടാ സൂര്യ ഇങ്ങോട്ടൊന്നടാ. അമ്മന്ന് വിളിച്ചോ. ഇവരെ ഗ്യാങ്ങിൽ കയറുന്നു. നിങ്ങളുടെ ഒന്ന് ഒരുമിച്ച് എന്തിന്? ഇത് നിന്റെ മോൻ എടാ ഇത് നിന്റെ മോനാണേ. നിന്റെ മോനാണോ? നോക്കണേ അലീന വണ്ടി കയറിയ. എടാ നീ എടാ സൂര്യ അവരുടെ വണ്ടി കയറിക്കോ. നീ അവരെ കൂട്ടത്തിലുള്ള ശരി നമ്മളൊക്കെ നിങ്ങൾക്ക് മഴയുണ്ടാ? മഴയല്ലേ ചന്ദ്ര? ഞാൻ പറയുമായിരുന്നേ ഇനി പെരിയമ്മന്ന് വിളിക്കണ്ട അമ്മ. ഇനി ആരെങ്കിലും ചോദിച്ചാ അമ്മയുടെ പേര് എലി ഉണ്ടായിരുന്നു എലിയെടുത്ത് കൊണ്ടുവരുന്നു. ചന്ദ്രൻ ഞാനും ഇല്ലാത്ത ദിവസം ഈ ഡ്രസ്സാവാ ഇടുന്നത്. എലിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. മോനെ നോക്കണം പറ. ഇത് കേട്ടല്ലോ ഈ പെരിയമ്മ അമ്മ. ഓക്കേ എലി എവിടെ നിക്കുവാ? അമ്മ പേര് വന്ന അലീന. എവിടെ അമ്മ പേര് എലി. ഇവിടെ വരുമ്പോത് പോയിരുമ്പോ മഴ വരുത് കൊട കൊണ്ടുവാ. എങ്ക പെരിയമ്മ എവിടെ പോയി? നീ ചോദിക്ക് സൂര്യ, നീ ചോദിക്ക്. പെരിയമ്മ എവിടെ ഇരിക്ക? പെരിയമ്മ ഹലോ. പെരിയമ്മ ഹലോ. എന്താ പമ്പ് അപ്പുറത്ത് പമ്പായിരിക്കും. അവിടെ നിക്കണേ പോവല്ലേ, മുതുക്കല്ലേ. പോണോക്കാ വീട്ടിലുണ്ടായവൻ പറയാൻ പറയാം. ഇതാരിത് പാവല്ലേ? ഞാൻ ഒന്ന് ഇയാളെ രക്ഷിച്ചിട്ടല്ല അലീന. അപ്പോ ഡിഞ്ചർ അടിച്ചാൽ 10 വർഷം വീട്ടിലാട്ടാ. അവൻ മുമ്പിച്ച
ഹലോ ഇനി ഒന്ന് ഇറങ്ങി ഒന്ന് ഇറങ്ങി. എലി മോനെ നോക്കിക്കോണേ നിന്റെ ഒന്ന് അവന് ഇപ്പം ഇപ്പം നിന്റെ ആയിട്ടുള്ള കുറച്ച് ടൈമാണ് അവന് ആവശ്യം. ഇക്രമോനെയും സൂര്യമോനെയും നോക്കിക്കോണേ ഒന്ന്. അപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രീതിയാണ് നിനക്ക് രണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അങ്ങ് ചേർന്ന് പൊക്കോളും. ഇവർ കണ്ടാ സ്നേഹം കണ്ടോടാ അവന്റെ. ആരത് ശശിനെ കിടിച്ചു കയറി ശശി അല്ലല്ല അവന് അമ്മയായിട്ട് കാണണോന്ന് എലിയെ. അവൻ പറയുന്നത് അവന് അമ്മ വാത്സല്യം കൂടുതൽ കിട്ടിയിട്ടുള്ളത് എലിയുടെ അടുത്തെന്നാണ്. അപ്പൊ വേണ്ട നീ കണ്ട മല്ല കേട്ടാ എലി അവന് എലി നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വരുന്നുണ്ട്, സംസാരിക്കണോ? നിങ്ങൾ ഇവിടെ അമ്മയും പറഞ്ഞ് സംസാരിച്ചില്ല. ഞാൻ അലീന ഇപ്പൊ വരാവേ.